10 കൊല്ലം ഉണ്ടോ പോസ്റ്റേ? നിനക്കാര് കത്തയക്കാൻ? രാമകുടി ചേട്ടാ ഒരു കത്തുണ്ട്. രാമവർമ്മ വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ ഒരു കത്തുണ്ട്, വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുറിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ താരാ രജിസ്റ്റേർഡ് അയക്കാൻ? എന്നാ മകളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് കാണും. കൊട്ടാരത്തിൽ നിന്നാ, ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. കൊട്ടാരത്തിൽ നിന്നോ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ ഇതിലൊന്ന് ഒപ്പിട്ടേ, എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ച് വായിക്കേ. ഇപ്പൊ വേണ്ട. ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട്, അപ്പു. അവൻ തന്നെ പൊട്ടിച്ച് വായിക്കട്ടെ. എന്താ അപ്പു, എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ. ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കര ഒഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു. ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര, അല്ല രാമൂട്ടി ചേട്ടാ, ഓർമ്മയൊന്നുമില്ലടാ. അല്ല ഓർമ്മ ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീടിന് ഇങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ, അയൽ രാജാക്കന്മാർ യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിലെ അടിച്ചളിക്കാരിയായിരുന്നു. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടെ, നീ എന്തിനാ ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജപ്തി ചെയ്യാൻ പോവല്ലേ? അതാരാണാവോ ഈ നേരത്ത്? ആ പണിയിറങ്ങട്ടെ. ആരാണാവോ? ഞാൻ ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് വരുന്നു. കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. കൊട്ടാരത്തിനോ? അതെ, കത്തയച്ചിരുന്നല്ലോ. കിട്ടി. പക്ഷേ ഞാൻ കരുതിയത് കൊട്ടാരത്തിനാവുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു. രാമവർമ്മ? ഞാൻ തന്നെയാ. ആ, എനിക്ക് മിസ്റ്റർ രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്ക് എങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം. അവിടെ നിറയെ ആൾക്കാരാ. വരൂ. നമുക്കെല്ലാം പോയില്ലേ? നമ്മളിനി എങ്ങോട്ട് പോകും മക്കളെ? അമ്മേ, കരയല്ലേ അമ്മേ? ചേച്ചി, ജപ്തി ചെയ്യണ ആള് വന്നു. രാമമുട്ടിക്കാരനെ ജപ്തി ചെയ്ത് മാവന്റെ ഓട്ടി നിർത്തിരിക്കുക. ഇനി നിങ്ങൾ ഓരോരുത്തരായിട്ട് ജപ്തി ചെയ്യും. കരയാതെ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? സത്യം പറഞ്ഞാ ഇല്ല, ഒന്നും എനിക്ക് അങ്ങോട്ട് തലേ കയറുന്നില്ല. അപ്പൊ ഇനി എല്ലാം മഹാരാജ തിരുമനസ് നേരിട്ട് വിശദമായി സംസാരിച്ചോളും. എന്നാ എല്ലാം പറഞ്ഞ പോലെ. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എന്താ ഇയാള് പറഞ്ഞത്? അച്ഛാ, എന്താ അച്ഛാ? കാര്യം എന്താന്ന് പറ. എന്താ അച്ഛാ? അച്ഛാ, ബഹുത്തച്ഛ, വളരെ നല്ല കാര്യമാണെന്ന്. എന്ത് കാര്യം? നമ്മുടെ സമയം തെളിഞ്ഞു തോന്നണ മോളെ. അല്ലെങ്കിൽ ഉദയപുരം കൊട്ടാരത്തില് വലിയമ്പുരാൻ ഉദയവർമ്മ തിരുമനസിന് അച്ഛനെ നേരിട്ട് കാണണമെന്ന് തോന്നുവോ?